അറഫാ ദിവസത്തിൽ ഒരാൾ അറഫയിൽ നിൽക്കുന്നു. എന്നിട്ട് അയാൾ ചിന്തിക്കുകയാണ്, എൻ്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമോ? ഞാൻ വലിയ വലിയ ദോഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ ദോഷങ്ങൾ പുറത്തു തരുമോ എന്ന് ചിന്തിച്ചാൽ അയാൾ വലിയ വൻ പാപിയായി, വൻ ദോഷിയായി തീരുമെന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. പരലോകത്ത് മഹ്ശറിൽ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. അയാൾ വലിയ ദോഷിയാണ്, വലിയ പാപിയാണ്, വൻ പാപിയായിക്കൊണ്ട്, വലിയ അക്രമിയായിക്കൊണ്ട് ഒരാളെ പരിചയപ്പെടുത്തുകയാണ്, ഒരാളെ കൊണ്ടുവരികയാണ്. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? അറഫ ദിവസത്തിൽ അദ്ദേഹം അറഫയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു പോയി എന്നാ, റബ്ബെനിക്ക് പുറത്തു തരോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ചിന്തിച്ചതുപോലും പാപമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആ പുറത്തു കൊടുക്കുക എന്ന മാപ്പ് കൊടുക്കൽ എത്രമാത്രം വിശാലമാണ്. ഈ അറഫാ ദിവസത്തിൽ ഇബ്ലീസ് കരഞ്ഞു പോവും, നിന്ദനായി പോവും, വഷളായി പോകും. ഇത്രമാത്രം ഇബ്ലീസിനെ അസ്വസ്ഥമാക്കുന്ന മറ്റൊരു ദിവസം വേറെയില്ല. എന്തുകൊണ്ടാ? അള്ളാഹു തആല അത്രയും അധികം പാപങ്ങൾ, അങ്ങേയറ്റം പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന മഹത്തായ ദിവസമാണിത്. അതുകൊണ്ട് പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ അഹ്ലുകാരുടെയും മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യസന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹജനങ്ങൾ എല്ലാവരുടെയും എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്ത് റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് റബ്ബ് നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.